വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ കടൽക്ഷോഭം രൂക്ഷമായ പ്രദേശങ്ങൾ ജില്ലാ കളക്ടർ സന്ദർശിച്ചു. കടൽക്ഷോഭം മൂലം വീടും ഭൂമിയും കൃഷിയും നശിച്ചവരെ നേരിൽ കണ്ട് കളക്ടർ വിവരങ്ങൾ ആരാഞ്ഞു. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഇന്നത്തെ വരെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ കൊല്ലം ആദ്യമായിട്ട് ഞങ്ങൾ ചെറുപ്പുള്ളപ്പോൾ വന്ന് താമസിക്കുന്നത് ഇവിടെ 8,000 രൂപ വാടകയ്ക്ക് ഞങ്ങൾക്ക് താമസിക്കുന്നത്. അനിയത്തിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല, ക്യാമ്പിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അനിയത്തി വയ്യാത്ത ആളാണ്. ഇപ്പോൾ പൊടിക്കലൊക്കെ പൊടിച്ച് കടം പിടിച്ചിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഞാൻ അപേക്ഷ വെച്ചിട്ട് കൊണ്ടുകൊടുക്കാൻ പോകുന്നു. ഞങ്ങൾ അത്രയും മാർഗമില്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് ഇവിടെ വിറ്റിയ കാര്യം ഞങ്ങൾക്ക് പരമാവധി ശ്രമിച്ചതാണ്. ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറ്. കുടിവെള്ളത്തിന്റെ കാര്യം ഞാനിപ്പോ വിളിച്ചുകൊണ്ടിരിക്കുന്നത് 5 ദിവസത്തേക്ക് നിങ്ങൾക്ക് തന്നു പറഞ്ഞു. ബാക്കിയാണ് മാസങ്ങളായി ഇവര് വെള്ളത്തിലെടുക്കണ്ട. എന്റെ കാര്യമില്ല പറഞ്ഞത്. ഞങ്ങൾക്ക് അതിന് നമുക്ക് വിഷമേ. നാടാടെ വന്നൊരു 10-50 കുഞ്ഞി പ്രായത്ത് വന്ന് താമസിക്കുന്നോടെ എന്നിട്ട് വാടക നിങ്ങോട്ട് പോരാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ആക്കി. ജനലും മൊത്തം വരത്തില്ല, ജനലും വാതിലും വെച്ച് ഞങ്ങൾക്ക് അത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പോഴത്തെ റോഡ് എടുത്തു പോയി ഞങ്ങൾ എന്ത് ചെയ്യും? അടിയന്തരമായി കടൽ ഭിത്തി കെട്ടുകയും പൊളിഞ്ഞുപോയ റോഡ് നിർമ്മിച്ച് ഗതാഗത സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. സ്കൂൾ അവധിയായതിനാൽ നിരവധി കുട്ടികളും കളക്ടറെ കാണാനും സങ്കടം ബോധിപ്പിക്കാനും എത്തിയിരുന്നു. സ്കൂളിലേക്ക് പോകാനുള്ള ഏക ആശ്രയമായ റോഡ് കൂടി കടലെടുത്തതോടെ സ്കൂൾ കുട്ടികൾ ഇപ്പോൾ ദുരിതത്തിലാണ്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിലൂടെ വെള്ളം വരാത്തതുമൂലം കുടിവെള്ളവും ലഭിക്കുന്നില്ല. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ആവശ്യം പരിഗണിച്ച് 5 ദിവസം വെള്ളം ടാങ്കർ ലോറിയിൽ എത്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതും നിലച്ചിരിക്കുകയാണ്. ഏങ്ങണ്ടിയൂരിനും തളിക്കുളത്തിനും ഇടയിൽ കിടക്കുന്ന വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 1, 17, 18 വാർഡുകളാണ് കടൽ തീരം തൊട്ടുകിടക്കുന്നത്. ഏകദേശം 5 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന വാടനപ്പള്ളി കടൽ തീരം ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള പ്രദേശമാണ്. ടെട്രോപോഡ് കടൽ ഭിത്തി കെട്ടി തീരപ്രദേശം സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ്, വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത ഗിരി, വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, CP സുനിൽകുമാർ, KS ധനീഷ്, B മുരളീധരൻ, PK സുധർമ്മൻ, നൌഫൽ വലിയകത്ത്, മറ്റ് വാർഡ് ബ്ലോക്ക് മെമ്പർമാർ, ചാവക്കാട് തഹസിൽദാർ, ഇറിഗേഷൻ, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു. വാടാനപ്പള്ളി പഞ്ചായത്തിലെ ഇപ്പോൾ ഈ കടൽക്ഷോഭത്തിൻ്റെ പ്രശ്നം ഏകദേശം 2 മാസത്തോളമായി അവിടെ ഇപ്പോൾ ആരംഭിച്ചിട്ട്. ആ സമയത്ത് തന്നെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പേഴ്സും എന്നെ വന്ന് കണ്ടിരുന്നു. അതുകൂടാതെ ബഹുമാനപ്പെട്ട മണലൂർ MLA യും ഇക്കാര്യം നമ്മളോട് സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ജില്ലയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജിയോ ബാഗുകൾ ഇടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനുള്ള സാങ്ഷൻ കൊടുത്തെങ്കിലും പക്ഷെ അതുകൊണ്ട് ഇവിടെ നിൽക്കില്ല എന്നാണ് ഇതിൻ്റെ എക്സ്പേർട്സ് അഡീഷണൽ ഇറിഗേഷൻ്റെ സൈഡിൽ നിന്ന് നമ്മളെ അറിയിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ വേറൊരു എസ്റ്റിമേറ്റ് എടുത്ത് കല്ലിടാനുള്ള ഒരു എസ്റ്റിമേറ്റ് അഡീഷണൽ ഇറിഗേഷൻ ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചു. അതുകൂടാതെ ജില്ലാ കളക്ടർ എന്ന രീതിയിൽ ഞാനത് റെക്കമെൻഡ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ചീഫ് എഞ്ചിനീയറെയും സെക്രട്ടറിയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവർ പോസിറ്റീവായിട്ട് തരാമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ ഫിഷറീസിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിട്ടുണ്ട്. ഹൈറ്റൈഡ് ലൈനിൽ നിന്ന് 50 മീറ്റർ അകത്ത് നിൽക്കുന്ന വീടുകളുടെ ലിസ്റ്റ് നമുക്കൊന്നെടുത്ത് പുനർഗേഹ പദ്ധതിയിൽ അവരെ നമുക്ക് പുനരധിവസിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് നോക്കുന്നതാണ്. ഇപ്പോൾ ജില്ലയിൽ ഇപ്പോൾ ഇന്ന് നിലവിൽ രാവിലെ ഒരു 3 മണിക്കൂർ റെഡ് അലേർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഓറഞ്ച് അലേർട്ടാണ് 1 മണി വരെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലും കൂടിയാണ് ഞാനിവിടെ വിസിറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൂടുതൽ വീടുകളിലേക്ക് കയറിയിട്ടുണ്ടോ എന്നറിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ എത്തിയത്.